ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 1-2 വീഡിയോകളിലായിട്ട് നാം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റിയും ജീവാത്മാവിനെ പറ്റിയും മനസ്സിലാക്കി. ജീവാത്മാവായ നാം പരമ ദിവ്യോത്തമ പുരുഷന്റെ ശാശ്വതമായ അംശങ്ങളാണ്. എപ്രകാരമാണ് സൂര്യപ്രകാശം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, എപ്രകാരമാണ് ഒരു സ്ഫുലിംഗം അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, അതുപോലെ നാം ഭഗവാനുമായിട്ട് ശാശ്വതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നാം ഭഗവാന്റെ നിത്യദാസന്മാരാണ്. ജീവേര സ്വരൂപഹയ കൃഷ്ണേര നിത്യദാസ. അങ്ങനെയുള്ള ആ നമ്മുടെ സ്ഥാനം, ഭഗവാന്റെ ദാസൻ, ഭഗവാൻ ശരിക്കും നമ്മുടെ യജമാനൻ. അപ്പം ദാസന്റെ യഥാർത്ഥമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് ആ യജമാനനായിട്ടുള്ള പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണനെ സേവിക്കുക എന്നുള്ളതാണ്. എന്നാൽ നാം പലപ്പോഴും നമ്മുടെ ജോലി സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ഉന്നതമായിട്ടുള്ള ആ ഉദ്യോഗസ്ഥന്മാരെ സേവിക്കുന്നു. വീടുകളിലാണെങ്കിൽ ഭർത്താവ് ഭാര്യയെ സേവിക്കുന്നു, ഭാര്യ ഭർത്താവിനെയും കുട്ടികളെയും സേവിക്കുന്നു, അച്ഛൻ അമ്മമാരെ സേവിക്കുന്നു, ചില ജനങ്ങൾ മൃഗങ്ങളെ സേവിക്കുന്നു. അങ്ങനെ നാം ശരിക്കും ആരെയാണ് സേവിക്കേണ്ടത് എന്നുള്ള ആ കാര്യം പാടെ മറന്നു പോയിരിക്കുകയാണ്. എന്നാൽ നാം ശരിക്കും സേവിക്കേണ്ടത് മാധവനെയാണ്, അഥവാ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണനെയാണ്. അങ്ങനെ ആ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭക്തിയുത സേവനം കൊണ്ട് സേവിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ശാശ്വത അംശങ്ങളായിട്ടുള്ള ജീവാത്മാവിന്റെ യഥാർത്ഥ ധർമ്മം. ആ ഒരു ഭക്തിയുത സേവനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് 18-ാമത്തെ അധ്യായം ഭഗവത്ഗീതയിൽ 55-ാമത്തെ ശ്ലോകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഭക്ത്യാ മാം അഭിജാനാതി യാവാൻ യച്ഛാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വോ വിശദേ തദനന്തരം. ഭക്തിയുത സേവനം കൊണ്ട് മാത്രമേ ഞാനാണ് പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന സത്യം അറിയാൻ കഴിയൂ. അതുപോലെ തന്നെ ആ ഭക്തിയുത സേവനം കൊണ്ട് എന്നെക്കുറിച്ച് പൂർണ്ണ ബോധം നേടുന്ന ഒരാൾക്ക് ഭഗവത് സാമ്രാജ്യത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുമെന്നും ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഗവതത്തിലും ഭക്തിയുത സേവനത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പറയുന്നുണ്ട്. രാക്ഷസ രാജാവായിട്ടുള്ള ഹിരണ്യകശിപുവിന്റെ പുത്രനായിട്ടുള്ള പ്രഹ്ലാദ് മഹാരാജാവ് വലിയ ഭക്തനായിട്ടുള്ള നാരദ മഹർഷിയുടെ അനുഗ്രഹത്താൽ അമ്മയായ കയാതുവിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് തന്നെ ഭഗവാനെ പറ്റിയും ഭാഗവതത്തെ പറ്റിയും ഭഗവാന്റെ അതീന്ദ്രിയ സ്വഭാവത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ എല്ലാ മഹത്വത്തെ പറ്റിയും കേൾക്കാനിടയായി. അങ്ങനെയുള്ള ആ വലിയ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദ മഹാരാജാവും ഭക്തിയുത സേവനത്തെ പറ്റി, അതിന്റെ പ്രാധാന്യത്തെ പറ്റി ഭാഗവതത്തിൽ 7-ാമത്തെ സ്കന്ധത്തില് 5-ാമത്തെ അധ്യായത്തില് 23 ശ്ലോകത്തില് ഇപ്രകാരം പറയുന്നുണ്ട്: ശ്രീ പ്രഹ്ലാദ ഉവാച ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിച്ചേന്നവലക്ഷണം ക്രിയേത ഭഗവദ്യദ്ധ തന്മന്യേദിതമുത്തമം. ഭഗവാന് വേണ്ടി സ്നേഹപൂർവം ചെയ്യാൻ പറ്റുന്ന നവവിധ ഭക്തിയെ പറ്റിയാണ് പ്രഹ്ലാദ് മഹാരാജാവ് മുകളിൽ പറഞ്ഞ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത്. ഭഗവാന്റെ അതീന്ദ്രിയ നാമത്തെ പറ്റിയും ലീലകളെ പറ്റിയും സ്വഭാവത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ ജന്മരഹസ്യത്തെ പറ്റിയും കേൾക്കുകയും അതുപോലെ അത് പുകഴ്ത്തുകയും കീർത്തനം ചെയ്യുകയും ചെയ്യുക, അദ്ദേഹത്തിനെ നിരന്തരം സ്മരിക്കുക, അദ്ദേഹത്തിന്റെ പാതാരബിന്ദങ്ങളെ സേവിക്കുക, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിഗ്രഹത്തെ 16 തരം സാമഗ്രികൾ ഉപയോഗിച്ച് ആരാധന ചെയ്യുക, അദ്ദേഹത്തിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും അദ്ദേഹത്തിന് പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്യുക, അദ്ദേഹത്തിന്റെ ദാസനാവുക, അദ്ദേഹത്തിന്റെ ശരിയായ സുഹൃത്തായി വർത്തിക്കുക, അതുപോലെ എല്ലാം അദ്ദേഹത്തിനായിട്ട് സമർപ്പിക്കുക, നമ്മുടെ ശരീരവും മനസ്സും വാക്കുകളും. ഈ 9 തരം പ്രക്രിയകളും ഭക്തിയുത സേവന പ്രക്രിയകളും ഉപയോഗിച്ച് ആരാണ് ഭഗവാന്റെ സേവനത്തിനായിട്ട് തന്റെ ജീവിതം ഒഴിഞ്ഞു വെക്കുന്നത്, ആ വ്യക്തി ഏറ്റവും അറിവുള്ള ഒരു മനുഷ്യനായിട്ട് കണക്കാക്കപ്പെടുന്നു. കാരണം അദ്ദേഹം അതീന്ദ്രിയ ജ്ഞാനം നേടിയ ഒരു വ്യക്തിയാണ്. അതുപോലെ ഭക്തി രസാമൃത സിന്ധുവില് രൂപ ഗോസ്വാമി ആരൊക്കെയാണ് ഈ 9 തരം പ്രക്രിയകളിലൂടെ തന്റെ ജീവിത ആ പ്രക്രിയയിലൂടെ ഭഗവാനെ ഭക്തിയുത സേവനം നൽകി തന്റെ ജീവിതത്തിന്റെ പരിപൂർണത നേടി എന്നുള്ളത് പറയുന്നുണ്ട്.
കൂടാതെ രാമായണത്തിലെ ഉദാഹരണവും നമുക്ക് കാണാം. ആദ്യത്തെ നവവിധ ഭക്തിയിൽ ആദ്യത്തെ അംഗമായിട്ടുള്ള ശ്രവണത്തെ പറ്റി നമുക്ക് ആദ്യം കേൾക്കാം. ശ്രവണം അതായത് ഭഗവാന്റെ ലീലകളെ പറ്റിയും അദ്ദേഹത്തിന്റെ നാമത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ സ്വഭാവത്തെ പറ്റിയും കേട്ടുകൊണ്ട് മതിമറന്ന് ഇരിക്കുക, അതാണ് ശരിയായിട്ടുള്ള ശ്രവണം. നാം ഭഗവാനെ പറ്റി ശ്രവിക്കണമെങ്കിൽ ആരിൽ നിന്നായിരിക്കണം ശ്രവിക്കേണ്ടത്? അതും ഭഗവാൻ നമുക്ക് ഭഗവത്ഗീതയിൽ 4-ാമത്തെ അധ്യായത്തില് 34-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്തി തേ ജ്ഞാനം ജ്ഞാനിനാ തത്വ ദർശിനഃ. നേരത്തെ തന്നെ ഭഗവാനെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ള ഒരു ആധ്യാത്മിക ആചാര്യനെ സമീപിക്കുകയും അങ്ങനെയുള്ള ആധ്യാത്മിക ആചാര്യന് വേണ്ടവിധമുള്ള സേവനം നൽകി അദ്ദേഹത്തിൽ നിന്ന് വിനയാന്വിതനായിട്ട് ഭഗവാനെ പറ്റി നാം മനസ്സിലാക്കുകയും ചെയ്യണം. അതിന് ഭാഗവതത്തിൽ നമുക്ക് ഉത്തമ ഉദാഹരണമായിട്ട് എടുക്കാൻ സാധിക്കുന്നത് മറ്റാരുമല്ല, പരീക്ഷിത് മഹാരാജാവിനെ തന്നെയാണ്. പരീക്ഷിത് മഹാരാജാവ് തന്റെ ജീവിതത്തിൽ ഇനി വെറും 7 ദിവസമേ ബാക്കിയുള്ളൂ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം തന്റെ കുടുംബത്തെയും തന്റെ രാജ്യഭാരത്തെയും എല്ലാം ഉപേക്ഷിച്ച് ഗംഗാതീരത്ത് പോയി തന്റെ ആത്മീയ ആചാര്യനായിട്ട് ശുകദേവ് ഗോസ്വാമിയെ സ്വീകരിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് 7 ദിവസം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ശ്രീമദ് ഭാഗവതം അദ്ദേഹത്തിന്റെ മുഖാരവിന്ദത്തിൽ നിന്ന് കേൾക്കുകയും ചെയ്തു. ആ 7 ദിവസത്തിന് ശേഷം അദ്ദേഹം തന്റെ ഗുരുവിനോട് ഇപ്രകാരം പറയുന്നുണ്ട്: ബഹുമാനായ ഗുരുവേ, അങ്ങയിൽ നിന്നും ഭഗവാനെ പറ്റിയും അദ്ദേഹത്തിന്റെ ലീലകളെ പറ്റിയും ശ്രവിച്ചതിനു ശേഷം താൻ ഭയമില്ലാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി മരണം ഏത് രീതിയിലും ഏത് രൂപത്തിലും എപ്പോൾ വന്നാലും തനിക്ക് യാതൊരു ഭയവും ഉണ്ടാകുകയില്ലെന്നും പറയുന്നുണ്ട്. പരീക്ഷിത് മഹാരാജാവിന്റെ സ്ഥാനത്ത് നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ ഇനി വെറും 7 ദിവസമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് നാം കേൾക്കുകയാണെങ്കിൽ നാം ആദ്യം എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? നാം തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കും. നമ്മുടെ കുട്ടികളോടും ഭർത്താവിനോടും ഒപ്പം കൂടി സന്തോഷമായിട്ട് ഇരിക്കാൻ ശ്രമിക്കും. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാത്ത സുഖങ്ങൾക്ക് പുറകെ നമ്മൾ നെട്ടോട്ടം ഓടും. ചിലപ്പോൾ നാം കഴിക്കാത്ത പല ആഹാരങ്ങളും കഴിക്കുന്നതിന് വേണ്ടി വെറുതെ സമയം അങ്ങനെ ചെലവഴിക്കും. എന്നാൽ ശരിക്കും പരീക്ഷിത് മഹാരാജാവ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കത്തിലും, അതായത് ജനിച്ച ഉടനെയും ആ സമയം തൊട്ടും അവസാനം മരണസമയം വരെയും നാം ശരിക്കും കേൾക്കേണ്ടത് ഭഗവാനെ പറ്റിയും ഭഗവാന്റെ ലീലകളെ പറ്റിയുമാണെന്നാണ്. ഇനി രാമായണത്തിൽ ഈ ശ്രവണത്തിലൂടെ ആരാണ് തന്റെ ജീവിതത്തിന് പരിപൂർണത നേടി എന്ന് നമുക്ക് മനസ്സിലാക്കാം. രാമായണത്തിൽ ഭഗവാൻ രാമൻ ശ്രീരാമചന്ദ്രന്റെ ലീലകളിൽ ആരൊക്കെ പങ്കുചേർന്നോ അതിൽ ഒട്ടനവധി പേരും തന്നെ നവവിധ ഭക്തി പരിശീലിച്ചവരാണ്. അതിൽ ശ്രവണത്തിൽ കൂടെ തന്റെ ജീവിതം സാക്ഷാത്കാരം നേടിയത് നമുക്ക് അറിയാം. അദ്ദേഹത്തിന്റെ ഏറ്റവും ഉത്തമ ഭക്തനും ദാസനുമായിട്ടുള്ള ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ദാസനുമായിട്ടുള്ള ഹനുമാൻ സ്വാമിയാണെന്നുള്ളത്. എവിടെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കഥ ഉണ്ടോ അവിടെ ഹനുമാൻ സ്വാമിയും ഉണ്ടാകും. അതുപോലെ നമുക്കറിയാം, അദ്ദേഹം എപ്പോഴും ഭഗവാന്റെ കഥ കേൾക്കുന്നതിൽ വളരെയധികം സന്തോഷം കൊണ്ടിരുന്നു. ഭഗവാന്റെ സമീപത്തിരിക്കുമ്പോൾ തന്നെയും അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി കണ്ണുകൾ കൂപ്പി ഭഗവാനെ പറ്റി ഭഗവാന്റെ ലീലകളെ പറ്റിയും ഇങ്ങനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടേ ഇരുന്നിരുന്നു. ഒരിക്കൽ ഹനുമാൻ സ്വാമിയോട് ശ്രീരാമചന്ദ്ര ഭഗവാൻ ഇപ്രകാരം ചോദിക്കുകയുണ്ടായി: ഹനുമാൻ സ്വാമി, അങ്ങ് എനിക്ക് വേണ്ടത്രയും സേവനങ്ങളൊക്കെ ചെയ്തു തന്നു. ഇനി ഞാൻ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. ഇനി ഞാൻ എന്താണ് താങ്കൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് എന്ന് ഭഗവാൻ ചോദിച്ചു. അദ്ദേഹം വളരെയധികം അതായത് കൂപ്പുകൈകളോടുകൂടി അശ്രുക്കൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും അശ്രുക്കൾ പൊഴിഞ്ഞു വീണു. അതിനുശേഷം ഹനുമാൻ സ്വാമി പറയുന്നുണ്ട് ഭഗവാനോട്: എനിക്ക് വേറൊന്നും വേണ്ട ഭഗവാനെ, എപ്പോഴും ഞാൻ അങ്ങയുടേതായിരിക്കണം. അതായിരുന്നു ഹനുമാൻ സ്വാമിയുടെ ആ ഒരു ഭാവം. ആ ഭാവമാണ് നമുക്കും ഉണ്ടാകേണ്ടത്. എപ്പോഴും ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ആജ്ഞ സേവിക്കുന്നതിന് ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ സേവനത്തിന് വേണ്ടിയിട്ട് വളരെയധികം സന്തോഷത്തോടെ ആ സേവനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമി വ്യഗ്രത കാണിച്ചിരുന്നു. ഇതാണ് ശരിയായിട്ടുള്ള ഒരു ഭക്തിയുത സേവനം. നാമും ഭഗവാനെ പറ്റി എപ്പോഴും ശ്രവിക്കാനായിട്ട് സമയം കണ്ടെത്തണം. അതുപോലെ ആ ശ്രവണത്തിലൂടെ നമ്മുടെ ജീവിത സാക്ഷാത്കാരം നേടാനായിട്ടും ശ്രമിക്കണം. ഈ നവവിധ ഭക്തിയുടെ ആദ്യത്തെ
പ്രക്രിയയിൽ ഒന്നായിട്ടുള്ള ശ്രവണത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി അടുത്ത 7, 8, 9 ഒരു ഭാഗം കഴിഞ്ഞു. ഇനി 8 അംഗങ്ങൾ ഇനി ബാക്കിയുണ്ട്. നമുക്ക് വരുന്ന ഓരോ വീഡിയോകൾ കൂടെ വിശദമായിട്ട് ആ പ്രക്രിയകൾ എന്താണെന്ന് മനസ്സിലാക്കാം. ഇതുവരെ വളരെയധികം ക്ഷമയോടുകൂടി കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. നമസ്കാരം. ഹരേ കൃഷ്ണ.